ഹലോ, വെൽക്കം ടു ദി ന്യൂ എപ്പിസോഡ്. രാമായണത്തെ ബേസ് ചെയ്തിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു പടം വരാൻ പോകുന്നുണ്ട്. അപ്കമിങ് സൂപ്പർ സ്റ്റാർ രൺബീർ കപൂർ ആൻഡ് KGF സ്റ്റാർ റോക്കി ഭായ് യാഷും ലീഡ് റോളിലെത്തുന്ന രാമായണയാണ് ഇനി വരാൻ പോകുന്ന അപ്കമിങ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് പ്രോജക്റ്റ്. 2027 ആണെന്ന് തോന്നുന്നു എൻ്റെ റിലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അത്യാവശ്യം വലിയൊരു ക്യാൻവാസിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു പടം, അത്യാവശ്യം നല്ലൊരു സ്റ്റാർ കാസ്റ്റുകളൊക്കെ ഉണ്ടാകും. കൂടുതലൊന്നും അവർ പുറത്ത് വിട്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇതിറങ്ങിയിട്ടുണ്ട്, ഇൻട്രൊഡക്ഷൻ വീഡിയോ പോലെ അവർ ഇറക്കിയിട്ടുണ്ട്. നോക്കാം നമുക്ക് എന്താണ് സംഭവം, പൊളിയാണോ നോക്കാം. യൂസ് ഹെഡ്ഫോൺസ് ഫോർ ബെറ്റർ എക്സ്പീരിയൻസ്. കാലം ആർപ്പിച്ചതു ബ്രഹ്മ. പക്ഷെ നല്ല രീതിയിൽ VFX പ്രാധാന്യം ഉണ്ടാവും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഹാൻസ് സിമ്മർ ഇതിൽ കൊളാബറേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് കേട്ടത്. ശിവ behind 5,000 years. Oh my god. Raman Fresh Ravana. ഒരു അനിമേറ്റഡ് Ravana, power and revenge. Rama, Dharma and sacrifice. രണ്ടുപേരും തമ്മിലുള്ള സീത ഇപ്പോൾ ഐമാക്സിന് വേണ്ടിയിട്ടാണ് ഇത് പോയിരിക്കുന്നത്. Our history. Okay. രാമായണ സംഭവം കൊള്ളാം. സംഭവം ഒരു ക്ലാസ് ആയിട്ടാണ് വരുന്നത്. അതിൻ്റെ BGMs തന്നെ ഉണ്ട്. ഹാൻസ് സിമ്മർ എനിക്ക് തോന്നുന്നു ഇതിൽ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തു എന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു ഹോളിവുഡ് ടച്ച് ഉണ്ടായ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനൊക്കെ. യാഷിനൊക്കെ ചെറിയൊരു ഗ്ലിംപ്സ് ആയിട്ട് വന്ന് പോകുന്നേ ഉള്ളൂ. എന്താണ് അതിൻ്റെ ഒരു വൺ ഷോട്ടിൽ പരിപാടി കഴിഞ്ഞു. അപ്പം ഇത് ഈ ഇൻട്രൊഡക്ഷന് വേണ്ടി ഷൂട്ട് ചെയ്ത ഭാഗം മാത്രമായിരിക്കാം. പിന്നെ രൺബീറിന് കുറച്ചും കൂടിയും ഒരു അമ്പിയണ പോലത്തെ ഒരു സീന് കാണിച്ചു. ജസ്റ്റ് എനിക്ക് തോന്നുന്നു ഇൻട്രൊഡക്ഷൻ വേണ്ടി മാത്രമായിരിക്കും. VFX എനിക്ക് ആ ഒരു രൺബീർ കപൂറിനെ കാണിച്ച ആ ഒരു സീനിലൊക്കെ VFX എനിക്ക് കുറച്ച് ഒരു അങ്ങനെ വലിയൊരു ഇത് തോന്നിയില്ല. നന്നായിട്ട് പണിയെടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിറ്റാവാൻ ചാൻസ് ഉള്ള ഒരു പടമാണ്. നേരെ മറിച്ച് ആദിപുരുഷ് പോലെയൊക്കെ ഒരു എന്താ പറയുക സ്റ്റോറി ഓൾട്ടറൊക്കെ ചെയ്ത് VFXും അലമ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മറ്റൊരു ഡിസാസ്റ്റർ ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇത് ഷുവർ ഷോട്ട് ഹിറ്റ്
ഹിറ്റാണ് പടം എന്നാണ് ഇപ്പോൾ കാസ്റ്റ് വൈസ് ആയാലും ടെക്നിക്കലി ആയാലും അത് നമുക്ക് തോന്നുന്നത്. ഓക്കെ, ലെറ്റ്സ് സി എന്താണ് നമുക്ക് നോക്കാം. 2027 ആണ്. ഓക്കെ, ഇനി ഒരുപാട് വർക്ക്സ് അതിൻ്റെ സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. സ്റ്റാർട്ട് ചെയ്ത് ഇനി ഫൈനൽ എത്തുമ്പോഴേക്കും അറിയാം. 2027 ആണ് ഇപ്പോൾ അവർ പറയുന്നത്. ഇനിയിപ്പോൾ പ്രൊഡക്ഷൻ എല്ലാം കഴിഞ്ഞ് ഇനി അത് നീണ്ടുപോകാൻ ചാൻസ് ഉണ്ടോ എന്നറിയില്ല. സോ ലെറ്റ്സ് സി, നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്താണ് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു പടം വരുമ്പോൾ ഇന്ത്യയിലെ ഒരു സിനിമാ പ്രേമി എന്ന രീതിയിൽ ഞാനും വളരെ ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്യുന്നു. നമുക്ക് കാണാം. ഓക്കെ, ബൈ.